കൂട്ടുകിളി നിന്നോടെന്തോ കുഞ്ഞു കളിയോതും നേരം നിന്റെ കരളിൽ എന്റെ മുഖമോ മിന്നി മറയും. നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിനക്കായാണ് ഞാൻ ജീവിക്കുന്നത്. നീ എന്നിലേക്ക് വരുന്ന ആ നിമിഷത്തിനായി ഈ ജന്മം മുഴുവൻ ഞാൻ കാതോർത്തിരിക്കും. വൈകാതെ വരില്ലേ നീ? വാവി, നീ എന്താ ഇങ്ങനെ? ഞാൻ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതല്ലേ എനിക്കതിന് സമ്മതമല്ലെന്ന്. ഇത് എത്രാമത്തെ ദിവസമാണ് നീ ഇങ്ങനെ പട്ടിണി കിടക്കുന്നേ? ഞാനായിട്ട് സമ്മതിക്കാതെ ഞാൻ ജലപാനം ചെയ്യില്ല. ചത്തോട്ടെ, ഇങ്ങനെ കിടന്ന് ചത്തോട്ടെ ഞാൻ. എന്റെ പൊന്നെ, ഇങ്ങനെയൊന്നും പറയാതെ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ വാവേ നീ. എന്നാ മുൻവേറ്റ സമ്മതിക്കും. സമ്മതിച്ചെന്ന് പറ എനിക്ക് വേണ്ടി. ഞാനല്ലേ മനുവേട്ടന്റെ തടസ്സം. ഞാനങ്ങ് മരിച്ചു കളഞ്ഞാലോ? എന്റെ പൊന്നെ, ഞാൻ സമ്മതിച്ചു ഇങ്ങനെ പറയല്ലേ. എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടാൻ പോവുക എന്റെ മനുവേട്ടനെ. വാവേ, ഞങ്ങള് ഗുരുവായൂർക്ക് പോവുക ഇന്ന്. നീ മരുന്നെല്ലാം കറക്റ്റ് ആയിട്ട് കഴിക്കണേ. മനുവേട്ടൻ പോയിട്ട് വേഗം വരാം. ശരി മനുവേട്ട. മനുവിന്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഗുരുവായൂർക്ക് പോയ ദിവസം ലച്ചുവും കുടുംബവും എല്ലാം പെറുക്കി കിട്ടി ആ നാടിനോട് വിട പറഞ്ഞു. വാവേ മനു, അവര് പോയി. നിന്നോട് പറഞ്ഞില്ലേ? എങ്ങോട്ട് പോയി അറിയില്ല. ഇനി ഒരു തിരിച്ചു വരവ് ഈ നാട്ടിലേക്ക് ഇല്ലെന്നാ പറഞ്ഞേ. ആ കുട്ടി നിനക്ക് തരാൻ ഒരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മനുവേട്ടൻ ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അറിയാം. മനുവേട്ടൻ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒരു തടസ്സമായി ഇവിടെ കഴിയാൻ പാടില്ലാത്തത് കൊണ്ട് പോവാണ് കേട്ടോ. മനുവേട്ടൻ എന്നെ തേടി വരരുത്. എന്റെ അപേക്ഷയാണത്. എവിടെയായിരുന്നത് എന്റെ പ്രാർത്ഥന മനുവേട്ടന്റെ കൂടെ ഉണ്ടാവും എന്ന് മനുവേട്ടന്റെ സ്വന്തം വാവ. പിന്നീട് അങ്ങോട്ടുള്ള 3 വർഷങ്ങൾ യാതൊരു മാറ്റവുമില്ലാതെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വേദന കടിച്ചമർത്തി ലച്ചു കിടന്നു. കുഞ്ഞും ഭർത്താവ്, സ്വപ്നങ്ങൾ എല്ലാം അവൾക്ക് നഷ്ടമായി. തൈലത്തിന്റെയും കഷായത്തിന്റെയും നാറ്റം വേറിയ മുറിയിൽ കണ്ണീരിൽ കുതിർന്ന തലയിണ മാത്രം കൂട്ടായി. പതിയെ 8 വർഷങ്ങൾ കഴിഞ്ഞു. ലച്ചു സുഖപ്പെട്ടു. മനുവേട്ടന് കുഞ്ഞുങ്ങൾ ഉണ്ടായി കാണും അല്ലേ? മാളുവിന്റെ മോൻ വളർന്നിട്ടുണ്ടാകും. അവൾക്ക് പിന്നീട് കുട്ടികൾ ഉണ്ടായി കാണും. വീണ്ടും ആ നാട്ടിലേക്ക്, ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട്ടിലേക്ക് വീണ്ടും ഒരു യാത്ര. തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചതല്ല. രോഗമെല്ലാം മാറി അച്ഛനെ പോലെ പഠിച്ചൊരു ടീച്ചറായപ്പോൾ എന്റെ അച്ഛൻ പഠിപ്പിച്ച അതേ സ്കൂളിൽ ഒരു ജോലി നഷ്ടപ്പെടുത്താൻ തോന്നിയില്ല. മനുവേട്ടനെ എന്നിൽ നിന്നും അകറ്റി നിർത്തുവാൻ സാധിച്ചു. പക്ഷെ എന്റെ ഓർമ്മകളിൽ നിന്നും നിന്നെ മായ്ച്ചു കളയാൻ എനിക്ക് സാധിച്ചില്ല. ടീച്ചറേ, ഈ മോൻ മനുവേട്ടനെ പോലെ ഉണ്ടല്ലോ. മനുവേട്ടൻ കുഞ്ഞുനാളിൽ കാണാൻ എങ്ങനെയായിരുന്നു അതുപോലെ മനുവേട്ടനെ പോലെ തന്നെ ചെറുചെറുക്കുള്ള ഒരു മുടുക്കൻ. ഇനി ഇത് മനുവേട്ടന്റെ കുഞ്ഞായിരിക്കോ? മോന്റെ പേരെന്താ? നാട്ടിലേക്ക് വന്നെങ്കിലും മനുവിനെ കാണാൻ ലച്ചു ശ്രമിച്ചില്ല. മനുവിന്റെ ജീവിതത്തിൽ ഒരു കരടാവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എല്ലാ കുട്ടികളുടെയും പാരന്റ്സ് വന്നു. ലച്ചുവിന്റെ വീട്ടിൽ നിന്ന് എന്താ ആരും വരാത്തെ? അച്ഛൻ വരും ടീച്ചർ. അച്ഛൻ വരുമ്പോ വിളിച്ചാ മതി. ഞാൻ സ്റ്റാഫ് റൂമിൽ ഉണ്ടാവട്ടോ. ടീച്ചറേ, അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛാ, ടീച്ചർ. മനുവേട്ടൻ
എന്റെ സംശയം അപ്പൊ ശരിയായിരുന്നു. നീണ്ട 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എന്റെ നല്ല പാതിയെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. മനുവേട്ടന്റെ മോനാണോ വെച്ചു? മിടുക്കനാണ് കേട്ടോ. അവൻ തന്നെയാ ഫസ്റ്റ് ക്ലാസ്സിൽ. അച്ഛാ, അപ്പോ ഇന്ന് ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് വാങ്ങി തരുമല്ലോ? അതിനെന്താ, വാങ്ങിത്തരാലോ. എല്ലാവർക്കും സുഖമല്ലേ മനുവേട്ടാ? ഇപ്പോഴെങ്കിലും തിരക്കിയില്ലോ. നീ എവിടെ താമസിക്കുന്നേ? ഞാൻ ഇവിടെ അടുത്ത് ഒരു വാടക വീട് എടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. ഓ, അപ്പോ എന്നെ കാണാതിരിക്കാനായിരിക്കും അങ്ങോട്ട് വരാഞ്ഞേ. അതല്ല മനുവേട്ടാ, നിങ്ങളിപ്പോ വേറെ കുടുംബമായി ജീവിക്കുന്നിടത്ത് ഞാൻ വന്നു കയറി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാ. അതൊക്കെ പോട്ടെ, നീ വാ എന്റെ വീട്ടിലേക്ക്. എല്ലാരെയും കണ്ടിട്ട് പോരാ. വേണ്ട, അത് ശരിയാവില്ല മനുവേട്ടാ. വാ ടീച്ചർ. നീ വാ, ഒരു കുഴപ്പവുമില്ല. ഞാനല്ലേ വിളിക്കണേ. ശരി, ഞാൻ വരാം. വേണ്ടായിരുന്നു. മനുവേട്ടന്റെ ഭാര്യ എങ്ങനെ പ്രതികരിക്കും? ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? മനുവേട്ടൻ വിളിച്ചപ്പോ വരേണ്ടിയിരുന്നില്ല. മാവേ, വീടെത്തി, ഇറങ്ങ. ആരെയും കാണുന്നില്ലല്ലോ. അച്ഛനും അമ്മയും പുറത്തു പോയെന്ന് തോന്നുന്നു. നിനക്ക് ചായ എടുക്കട്ടെ? അത് മോന്റെ അമ്മയെ കണ്ടില്ലല്ലോ. വാ ടീച്ചറെ, ഞാൻ കാണിച്ചു തരാം. ഇതാ എന്റെ അമ്മ. മോനെ, നമ്മുടെ മാളുവാ ഭാവി. മാളു, എന്റെ മാളു. ഇത് നമ്മുടെ മാളുവിന്റെ മോനാണിത്. അതെ, അന്ന് ഗുരുവായൂർക്ക് പോയപ്പോ അവിടെ നടന്ന ഒരു അപകടത്തിൽ ഇവന് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു. അത് പിന്നെ ഞാൻ തന്നെയാണ് അവന്റെ അച്ഛൻ. അപ്പോ മനുവേട്ടന്റെ ഭാര്യ? നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ എനിക്ക് ഭാര്യയായി കാണാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ അല്ലേടി എന്റെ തീപ്പെട്ടിക്കൊള്ളി. മനുവേട്ടാ, അസ്തിത്രയ്ക്ക് മുന്നിൽ, മാളുവിന്റെ മുന്നിൽ അങ്ങനെ അവർ ഒന്നായി. സ്നേഹമേ കൂടെ കാവലായി പോരില്ലേ, പാതയിൽ കയ്യിൽ കൈ കൊരുത്തിടാം. വാർത്തിങ്കളേ